അനിൽ, ഈ 4 കോമൺവെൽത്ത് ഗെയിംസുകളായി 15 മെഡലുകൾ, 9 സ്വർണം, 4 വെള്ളി, 2 വെങ്കലം. 2006 ഏഷ്യൻ ഗെയിംസിൽ ഈ പറയുന്ന വേൾഡ് റെക്കോർഡിനൊപ്പമുള്ള 590 പോയിന്റ് എന്നുള്ള നേട്ടം. അങ്ങനെ റെക്കോർഡുകളുടെ തോഴൻ, നേട്ടങ്ങളുടെ തോഴൻ, അത് അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക് കാലം. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ മികച്ചവരാക്കി മനു ഭാക്കറിനെ അടക്കം വികസിപ്പിക്കുന്നതിനുള്ള നിർണായക സാന്നിധ്യം. 49 വയസ്സിലെ മരണം അഞ്ജു ബോബി ജോർജിനെ പോലെ തന്നെ പറയുന്നത് പോലെ തന്നെ അങ്ങേറ്റം ഞെട്ടിക്കുന്നതാണ്. അതൊരു എന്താ പകരം വെക്കാനില്ലാത്ത വിടവാങ്ങലായി പോകുന്നു അനിൽ. തീർച്ചയായും ഹാഷ്മി, ഈ അഞ്ജു പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് തുടങ്ങാം. അതായത് മനു ഭാക്കർ ഇത് എങ്ങനെ ഡീൽ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു വലിയ സങ്കടമുണ്ട്. കാരണം മനു ഭാക്കറും പരിശീലിപ്പിച്ച് തുടങ്ങി, ഇടക്കാലത്ത് രണ്ടുപേരും തമ്മിൽ വേർപിരിയുന്നു. അതിനുശേഷം മനു വീണ്ടും വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും ജസ്പാൽ വരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എൻ്റെ കുട്ടിയാണ് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും ചേർത്ത് പിടിക്കുകയും ആ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായി 2 മെഡലുകൾ നേടുന്ന വനിതാ താരം എന്ന തരത്തിലൊക്കെ തന്നെ, ഇന്ത്യയുടെ വനിതാ താരം എന്ന തരത്തിലൊക്കെ തന്നെ മനുവിനെ മാറ്റിയെടുത്തത് ഈ ജസ്പാൽ റാണയാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഡയറക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ മനു ഭാക്കർ ഇത് എങ്ങനെ എടുക്കും എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അല്ലെങ്കിൽ വലിയ ദുഃഖത്തിൽ മനു ഭാക്കർ അടക്കമുള്ള ഷൂട്ടിങ്ങിനെ പ്രേമിക്കുന്ന, ഇല്ലെങ്കിൽ ഇന്ത്യൻ കായിക മേഖലയെ പ്രേമിക്കുന്ന എല്ലാവർക്കും വലിയ രീതിയിൽ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. ഹാഷ്മി സൂചിപ്പിച്ച മറ്റേതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം അടക്കം 8 മെഡലുകൾ നേടുക എന്നത് ചെറുതല്ല. ഒപ്പം തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ അഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ 1 മെഡൽ നേടുക എന്ന് പറയുന്നത് വലിയ പാടായിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ 15 മെഡലുകൾ എന്ന് പറയുന്നത് വലിയ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ വലിയ നേട്ടം തന്നെയാണ്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള താരമാണ്. അതിനുള്ള പ്രതിഫലം എന്നോണം അദ്ദേഹത്തിന് 18-ാം വയസ്സിൽ തന്നെ അർജുന അവാർഡ് നൽകി രാജ്യം ആദരിക്കുന്നു. അതിനുശേഷം 21-ാം വയസ്സിൽ അദ്ദേഹത്തിന് പത്മശ്രീ നൽകുന്നു. ഏറ്റവും ഒടുവിൽ 2020-ൽ അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരവും നൽകുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഈ ആകസ്മികമായി മരണമുണ്ടാകുന്നത്. അടുത്തിടെ കുറച്ച് ദിവസം മുമ്പാണ് ഷൂട്ടിംഗ് ലോകകപ്പ് ജർമ്മനിയിൽ വെച്ച് നടന്നത്. മ്യൂണിച്ചിൽ നിന്നും മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ചികിത്സയിലിരിക്കെയാണ് ആകസ്മികമായിട്ടുള്ള ഈ മരണം. എന്തായാലും സമീപകാലത്ത് ഇന്ത്യൻ ഷൂട്ടിംഗ് വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യയുടെ ഒരു കംബാക്ക് കണ്ടത് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിലായിരുന്നു. നമ്മൾ വീണ്ടും മെഡൽ പട്ടികയിലേക്ക് നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 2 വെങ്കല മെഡൽ അവിടെ നേടുന്നുണ്ട്. ആ വെങ്കല മെഡൽ നേട്ടത്തിൽ ജസ്പാലിന്റെ പരിശീലനം ഏറ്റവും നിർണായകമാണ് എന്ന് പറഞ്ഞത് മനു ഭാക്കർ തന്നെയാണ്. 2018-ൽ പരിശീലനം തുടങ്ങുന്നു, അതിനുശേഷം ഒന്ന് പിരിയുന്നു. പിന്നീട് വീണ്ടും നേരത്തെ അഞ്ജു ബോബി ജോർജും അനിലും പറഞ്ഞ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴേക്കും മനു ഭാക്കറിൻ്റെ പരിശീലനം വീണ്ടും വരുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും നഷ്ടമുണ്ടായില്ല, മനുവിന് വലിയ നേട്ടങ്ങൾ മാത്രം ഉണ്ടായി. അത്തരത്തിൽ മിടുക്കരായ അത്ലറ്റുകളെ പരിശീലിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക് കാലയളവിൽ രാജ്യത്തിന് വല്ലാത്ത സംഭാവന, ഒരുപാട് സംഭാവനകൾ നൽകിയ, ഒരുപക്ഷെ ലേറ്റ് 80s early 90s കിഡ്സിൻ്റെ ഒക്കെ അഭിമാനപാത്രം, ആരാധനാപാത്രമായ ഒരു അത്ലറ്റാണ് വിടവാങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.